ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്വിറ്റ്സർലൻഡ് വ്ലോഗിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഇന്റർലാക്കണിലെ മനോഹരമായ നീല തടാകങ്ങളും അതുപോലെ തന്നെ നമ്മുടെ യാത്രാ മധ്യേയുള്ള കാഴ്ചകളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡ് വ്ലോഗിന്റെ ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവര് അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അതുപോലെ ലണ്ടനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് സ്വിറ്റ്സർലൻഡിലേക്ക് യാത്ര ചെയ്തതെന്നും ആ യാത്രയുടെ കോസ്റ്റ് എത്രയാണെന്നും ഒക്കെ നമ്മൾ നമ്മുടെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സ്വിറ്റ്സർലൻഡിലെ ചെറു ഗ്രാമങ്ങളിൽ കൂടെയുള്ള യാത്രയാണ്. ഇവിടുത്തെ മരം കൊണ്ട് നിർമ്മിച്ച വീടുകളും പശുത്തൊഴുത്തുകളും ഒക്കെയാണ്. അപ്പോൾ അതുപോലെ ആ പശുത്തൊഴുത്തും ഗ്രാമങ്ങളിലെ വീടുകളും ഒക്കെ ഉൾപ്പെടുത്തി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ട പോലെ ഒരു ചെറിയ പശുത്തൊഴുത്തിൻ്റെ സമീപത്താണ് നമ്മളിപ്പം നമ്മുടെ കാരവാൻ നിർത്തിയിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു സീനറി ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വണ്ടി ഒന്ന് നിർത്തിയത്. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. അങ്ങകലെ നീല തടാകം കാണാൻ പറ്റുന്നുണ്ടോ? അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതിൻ്റെ ഏറ്റവും അടുത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു സൈഡാണ് നമുക്കിവിടെ മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഞാനത് ക്യാമറ സൂം ചെയ്തെടുത്തത് കൊണ്ടാണ് അങ്ങനെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത് ഒത്തിരി അകലെയാണ്. നമുക്ക് നല്ല ദൂരം യാത്ര ചെയ്ത് പോകാനുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് ഇവിടുന്ന് നമുക്ക് ഇന്റർലാക്കണിലേക്ക്. അപ്പം നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. സ്വിറ്റ്സർലൻഡിലെ ഈ ലാൻഡ്സ്കേപ്പ് നിങ്ങൾക്ക് ലോകത്ത് മറ്റെവിടെയും കാണാൻ പറ്റില്ല. ഈ ഒരു മനോഹാരിത സ്വിറ്റ്സർലൻഡിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഇവിടുത്തെ ഈ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇവര് വ്യൂ പോയിന്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പരമ്പരാഗത കെട്ടിടമായ സ്വിറ്റ്സർലൻഡിലെ ചാലറ്റ്സിന്റെ മുമ്പിൽ കൂടിയാണ് ബാൽക്കണിയിൽ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച ചാലറ്റ്സ്. അതിന്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് ഒരു പ്രത്യേക മാസ്മരിക സൗന്ദര്യമാണ്. നമ്മുടെ ഓരോ ദിവസത്തെ യാത്രയും ഓരോ പ്രദേശത്തൊക്കെയുള്ള യാത്രയും ഓരോ പ്രദേശത്തും ഇവിടെ ഭൂമി വ്യത്യസ്തമായിരിക്കുന്നു. അവിടുത്തെ സൗന്ദര്യം വ്യത്യസ്തമായിരിക്കുന്നു. നമ്മുടെ ചാനലിലെ വീഡിയോസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഓരോ ദിവസത്തെ യാത്രയും ഓരോ പ്രദേശത്തേക്കുള്ള യാത്രയും വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ സൗന്ദര്യമാണ് നിങ്ങൾ അവിടെ കാണുന്നത്. നമ്മുടെ ഫുർക്ക പാസ് പോലെ തന്നെ ഇതും ഒരു വൺ ഓഫ് ദ ഡ്രമാറ്റിക് ആൽപൈൻ ഡ്രൈവ്സ് ആണെന്ന് പറയാം. ധാരാളം ഹെയർപിൻ വളവുകൾ നിങ്ങൾക്ക് ഈ റോഡിലും കാണാൻ പറ്റുന്നില്ലേ? അതുപോലെ എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ എല്ലാ സ്വിറ്റ്സർലൻഡ് വ്ലോഗിലും ഞാൻ പറയുന്നുണ്ട് ഇവിടുത്തെ വൃത്തിയെക്കുറിച്ച്. എവിടെങ്കിലും നിങ്ങൾ ഇത്രയും വീഡിയോ കണ്ടതിൽ എവിടെങ്കിലും ഒരു കച്ചിത്തുരുമ്പെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ ഈ ഭൂപ്രകൃതിയെ അത്ര മനോഹരമായിട്ടാണ് അവർ സംരക്ഷിക്കുന്നത്. ഇവിടുത്തെ ഈ പ്രകൃതിയെ അവരുടെ വീട്ടുമുറ്റത്തും പോലും നമുക്കൊരു കരിയിലയോ കടലാസോ ഒന്നും കാണാൻ പറ്റില്ല. റോഡിലെങ്ങും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ ചവറോ കടലാസോ ഒന്നും കാണാൻ പറ്റില്ല. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ ഡ്രൈവിങ്. ഇവിടെ ഒരു മനുഷ്യരും ഓവർ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ കാണുന്നേയില്ല. എല്ലാ സ്ഥലത്തും അവർ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അതേസമയം മറ്റുള്ള രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും സ്പീഡ് ക്യാമറ ഇരുന്നാൽ പോലും അതിനെ അവോയ്ഡ് ചെയ്ത് ഓവർ സ്പീഡിൽ ആൾക്കാർ വാഹനങ്ങൾ ഓടിച്ചു പോകുന്നത്. ആ 2 കാര്യങ്ങൾ ഇവിടുത്തെ ജനതയെ നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഇവിടുത്തെ വൃത്തിയും ഇവിടുത്തെ സ്പീഡ്, ഇവിടുത്തെ റോഡിൻ്റെ അതായത് ട്രാഫിക് റൂൾസ് റെഗുലേറ്റ് ചെയ്ത് വാഹനങ്ങൾ ഓടിക്കുന്ന ഇവിടുത്തെ പൗരന്മാരെ നമ്മൾ റിയലി അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാകൂ.
നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും ഇവിടുത്തെ ഇതുപോലത്തെ ഹെയർ പിൻ വളവിൽ കൂടെ എങ്ങനെയാണ് ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ സാധിക്കുക എന്ന്. ഇവിടുത്തെ ഈ മൗണ്ടൻ റോഡുകളിൽ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ മെയിൻ സാധാ ഹൈവേയിൽ കൂടിയും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെയും ഞങ്ങൾ എങ്ങും തന്നെ ആരും ഓവർ സ്പീഡിൽ പോകുന്നത് കണ്ടിട്ടില്ല. ഇവിടുത്തെ സ്വിറ്റ്സർലൻഡിലെ സാധാരണ റോഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുർക്ക പാസ് പോലെ തന്നെയുള്ള ഒരു ക്ലിഫ് സൈഡ് റോഡിൽ കൂടിയാണ്. വളരെ നാരോയാണ് ഇവിടുത്തെ റോഡ്. ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുമ്പോൾ നമുക്ക് നിർത്തി, വീതി കൂടിയ ഭാഗങ്ങളിൽ നിർത്തി ഒഴിഞ്ഞു മാത്രമേ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് പാസ് ചെയ്യാതെ പോകാൻ പറ്റുള്ളൂ. നിങ്ങളത് വീഡിയോയിൽ കണ്ടു കാണും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ ഇന്നത്തെ യാത്ര ഇന്റർലാക്കണിലേക്കാണെന്ന്. ഇന്റർലാക്കൺ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ഒരു ഫേമസ് ടൗൺ ആണ്. അത് സെൻട്രലിലാണ്, സ്വിറ്റ്സർലൻഡിലെ സെൻട്രലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റണ്ണിങ് ബ്യൂട്ടി തന്നെയാണ് കേട്ടോ. ആൽപൈൻ സീനറിയാണ്. അവിടെ 2 തടാകങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ലേക്ക് തണ്ണും ലേക്ക് ബ്രയൻസും. അങ്ങനെ 2 തടാകങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സിറ്റിയാണ് ഈ ഇന്റർലാക്കൺ എന്ന് പറയുന്നത്. തടാകങ്ങളുടെ പുറകുവശത്തായിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ആൽപൈൻ സീനറിയാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ ആ ആൽപൈൻ പർവ്വതങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈഗർ മൗണ്ടനും ജങ്ഫറോ മൗണ്ടനുമാണ് അതിൻ്റെ സമീപത്തായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ലേക്കിലെ വെള്ളം നല്ല ടർക്കോയിഷ് ബ്ലൂ കളറാണ്. നമ്മളത് മറ്റൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കാരവാനിൽ പാസ് ചെയ്ത് പോകുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു. അന്ന് നിങ്ങളോട് ഞാൻ പ്രോമിസ് ചെയ്തതാണ് അതിനെ അടുത്ത് വന്ന് ആ ലേക്കിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതാണ് ഇന്ന്. അതുപോലെ തന്നെ ഒരുപാട് അഡ്രിനാലിൻ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. പാരാഗ്ലൈഡിംഗ് ഉണ്ട്, ഹൈക്കിങ്ങും മൗണ്ടൻ റെയിൽവേസും ഒക്കെ ഉണ്ട് ഈ ഇന്റർലാക്കണിൽ. അതുപോലെ സ്കീയിങ് ഉണ്ട്, ബോട്ട് ട്രിപ്സും ഈ 2 തടാകത്തിലും ബോട്ട് ട്രിപ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് ജങ്ഫറോയിലേക്ക് ആക്സസ് ഉണ്ട്. ടോപ്പ് ഓഫ് യൂറോപ്പിലേക്ക് പോകാനായിട്ട് നമ്മളൊരു മൗണ്ടൻ റെയിലിൽ ടോപ്പ് ഓഫ് യൂറോപ്പിലേക്ക് പോകുന്നൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. പക്ഷേ ഈ ഇന്റർലാക്കണിൽ നിന്ന് നമുക്ക് കേബിൾ കാർ വഴി അവിടെ ജങ്ഫറോയിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയെല്ലാം ആക്സസ് ഉള്ള ഒരു സിറ്റിയാണ് ഇന്റർലാക്കൺ. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ വരുന്നവർ തീർച്ചയായിട്ടും വിസിറ്റ് കണ്ടിരിക്കേണ്ട ഒരു സിറ്റിയാണ് ഇന്റർലാക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെ അങ്ങോട്ട് പോകാം. അങ്ങനെ ഗൈസ്, നമ്മളിവിടെ ഇന്റർലാക്കണിൽ എത്തിയിരിക്കുകയാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ഞാൻ പറഞ്ഞില്ലേ ഈ ടർക്കോയിഷ് ബ്ലൂവിലാണ് ഇവിടുത്തെ വെള്ളം കാണുന്നതെന്ന്. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിമനോഹരാണ് ഇവിടുത്തെ ഈ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഈ പർവ്വതത്തെ ചുറ്റിക്കിടക്കുന്ന 2 തടാകങ്ങളാണ് ഇവിടെ. എന്താ ഒരു ഭംഗി എന്നറിയാമോ. അതുപോലെ ഇതിൻ്റെ കരയിൽ ധാരാളം റിസോർട്ടുകളും ഉണ്ട്. ഇവിടെ ഒത്തിരി സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടുത്തെ ഒരു അഡ്രിനാലിൻ ക്യാപിറ്റലാണ് സ്വിറ്റ്സർലൻഡിൻ്റെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സമീപത്തുള്ള അക്കോമഡേഷൻസ് ഒക്കെ വളരെ എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇവിടെ വൈഡ് വെറൈറ്റീസ് ഓഫ് അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റീസ് തന്നെ ഉണ്ട്. അതായത് സ്കൈ ഡൈവിംഗ് ഉണ്ട്, ബഞ്ചി ജമ്പിങ് ഉണ്ട്, പാരാഗ്ലൈഡിംഗ് ഉണ്ട്, റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം അഡ്രിനാലിൻ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ലേക്കിൻ്റെ സൈഡിൽ നിന്നും മറ്റൊരു ലേക്കിൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. ഇതിങ്ങനെ വളരെ നീളത്തിൽ ഇങ്ങനെ ഈ തടാകം ഇങ്ങനെ ചുറ്റിക്കിടക്കുവാണ് ഈ ഇന്റർലാക്കണിൽ. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ബ്യൂട്ടിയും ഇന്ന് നമ്മൾ ആസ്വദിച്ചിട്ടേ മടങ്ങിപ്പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റ് ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് കാരവാൻ പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം നോക്കി നമ്മൾ നിർത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്ക്, എന്തൊരു പച്ചപ്പാണ്. അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ആ നീല തടാകം എന്ന് പറയുന്നത് ഈ ഒരു മെസ്മറൈസിങ് ബ്യൂട്ടി, അല്ലാതെ മറ്റെന്ത് പറയാനാ ഇതിനെ.
അപ്പോൾ നമ്മളൊരു പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിച്ച് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് കുറച്ചുകൂടെ അടുത്ത് പോയി ആ ലേക്ക് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നിപ്പോൾ നമ്മൾ അഡ്രിനാലിൻ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഗോവയിൽ പോയപ്പോൾ അവിടെ വെച്ച് ബഞ്ചി ജമ്പിങ്ങും പാരാഗ്ലൈഡിങ്ങും ഒക്കെ ചെയ്തിരുന്നു. തന്നെയല്ല ഇവിടെ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ സ്വിറ്റ്സർലൻഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ സൈറ്റ് സീയിങ് മാത്രമേ ഉള്ളൂ. ഈ ബ്യൂട്ടിയൊക്കെ ഒന്ന് കാണുക, കണ്ട് ഇവിടെ ഒരു കോഫിയൊക്കെ കുടിച്ച് തിരിച്ചു പോവുക, അതാണ് ഇന്ന് നമ്മുടെ ഉദ്ദേശം. ഞങ്ങളുടെ നിധിക്കുട്ടൻ എന്നെ ഈ വെള്ളത്തിലൊന്ന് സ്വിം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര തണുപ്പ്, ഭീകരമായ തണുപ്പ്. അതോടെ ആ ആഗ്രഹം അവൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ അവൻ ഇവിടെ നിന്ന് അപ്പൂപ്പനെയും അമ്മൂമ്മയൊക്കെ വീഡിയോ കോൾ ചെയ്ത് ഇവിടുത്തെ ഈ ഭംഗിയൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അമ്മയാണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ നീലത്തടാകം കണ്ടിട്ട്. അമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടർക്കോയിഷ് ബ്ലൂ കളറിലുള്ള ഒരു തടാകം കാണുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്